ഇപ്പോൾ നടക്കുന്ന മത്സരം സ്പെയിൻ വേഴ്സസ് സൗദി അറേബ്യ ആണ്. ഇപ്പോൾ സ്പെയിനിന്റെ ഗോൾ വർഷം തന്നെ സൗദി പോസ്റ്റിലേക്ക് ഉണ്ടാവുന്നു എന്ന് പറയേണ്ടി വരും. എതിരില്ലാത്ത 4 ഗോളിന് സ്പെയിൻ മുന്നിട്ട് നിൽക്കുകയാണ്. സ്പെയിനായി മൈക്കൽ ഒയർസബാൽ ഇരട്ട ഗോൾ നേടിയിട്ടുണ്ട്. ലമീൻ യമാൽ സൂപ്പർ താരവും ഇത്തവണ ഈ മത്സരത്തിൽ ഗോൾ നേടി എന്ന് പറയുമ്പോൾ സ്പെയിൻ കഴിഞ്ഞ മത്സരത്തിൽ പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് വന്നു എന്ന് വേണം കരുതാൻ. വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്നും ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി അക്ഷയ് മോഹൻ ചേരുകയാണ്. അക്ഷയ്, എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് സ്പെയിൻ. അങ്ങനെ ടീം മുന്നേറുമ്പോൾ എനിക്ക് പേഴ്സണലി ഒരുപാട് സന്തോഷമുണ്ട്. എങ്ങനെ വിലയിരുത്താം മത്സരത്തെ? ഇനിയിപ്പോൾ എത്ര മിനിറ്റ് മത്സരം ബാക്കിയുണ്ട്? മത്സരം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുക. ഏതാനും മിനിറ്റുകൾ മാത്രമേ ഇനി നിശ്ചിത സമയത്തിന് ബാക്കിയുള്ളൂ. ഈ കളിയാണ്, സ്പെയിനിൽ നിന്ന് ഈ കളിയാണ് കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് ആരാധകരാകെ പ്രതീക്ഷിച്ചത്. പക്ഷേ ആ കേപ്പ് വെർദെക്കെതിരെ മത്സരത്തിൽ അത് ലഭിച്ചില്ല. അതിന്റെ മുതലും പലിശയും അടക്കം തീർക്കുന്ന സ്പെയിനെയാണ് ഇന്ന് കണ്ടത്. തുടക്കം മുതൽ ആക്രമിച്ച് കളിക്കുന്ന സ്പെയിൻ, അതിന്റെ ഫലം അവർക്ക് ആദ്യത്തെ 10 മിനിറ്റിൽ കിട്ടി. ആദ്യം ഗോൾ നേടിയത് സൂപ്പർ താരം ലമീൻ യമാലാണ്. യമാലിന്റെ ഈ ലോകകപ്പ് കഴിഞ്ഞ മത്സരത്തിൽ ലോകകപ്പിൽ അരങ്ങേറി. അത് രണ്ടാം മത്സരത്തിൽ തന്നെ ലോകകപ്പിൽ ഗോൾ നേടുക കൂടി ചെയ്തു. മറ്റൊന്ന്, ഇതിൽ കോച്ച് വരുത്തിയ മാറ്റങ്ങളാണ്. കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് 4 മാറ്റങ്ങളുമായിട്ടാണ് ലൂയിസ് ഫിവിന്റെ ടീമിനെ ഇറക്കിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലമീൻ യമാലിനെ പ്ലേയിങ് 11ലേക്ക് കൊണ്ടുവരിക, അതോടൊപ്പം ഡാനി ഓൾമോനെ കൂടി മധ്യനിരയിലേക്ക് എത്തിക്കുക. ഈ 2 മാറ്റങ്ങൾ കളിക്കളത്തിൽ സ്പെയിന്റെ ആകെ കളിയെ തന്നെ മാറ്റുന്നതാണ് കണ്ടത്. 10-ാം മിനിറ്റിൽ യമാൽ ഗോൾ അടിച്ച്, തൊട്ട് പിന്നാലെ 21-ാം മിനിറ്റിൽ മൈക്കൽ ഒയാർസബാൽ ആദ്യ ഗോൾ നേടി. അതിനുശേഷം 3 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഒയാർസബാൽ തന്റെ 2ാം ഗോളും നേടി. അങ്ങനെ ആദ്യ പകുതിയിൽ 3 ഗോളിന് മുന്നിലായിരുന്നു. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് മൈക്കൽ ഒയാർസബാൽ എന്ന മുന്നേറ്റ താരത്തിന്റെ പ്രകടനമാണ്. കഴിഞ്ഞ മത്സരത്തിൽ ആദ്യത്തെ 30 മിനിറ്റിൽ ഒരു തവണ പോലും ബോൾ തൊടാൻ കഴിയാത്തതിന്റെ നാണക്കേടുമായിട്ടാണ് ആ മത്സരം പൂർത്തിയാക്കിയത് ഒയാർസബാൽ. പക്ഷെ അതിനുശേഷം അദ്ദേഹത്തിന്റെ ശക്തമായ തിരിച്ചുവരവ്, ആദ്യ 25 മിനിറ്റിൽ തന്നെ 2 ഗോൾ നേടുകയും അതോടൊപ്പം യമാലിന്റെ ആദ്യത്തെ ഗോളിന് അസിസ്റ്റ് നൽകുകയും ചെയ്തു ഒയാർസബാൽ. അദ്ദേഹം കളം നിറഞ്ഞ് കളിക്കുന്ന കാഴ്ച തന്നെയാണ് കണ്ടത്. അതിനുശേഷം 2ാം പകുതിയുടെ തുടക്കത്തിൽ സൗദിയുടെ ഒരു സെൽഫ് ഗോളിൽ അങ്ങനെ ആകെ 4 ഗോളിന് നിലവിൽ ഇപ്പോൾ സ്പെയിൻ മുന്നിട്ട് നിൽക്കുകയാണ്. ആദ്യ പകുതി കഴിഞ്ഞുടൻ ലമീൻ യമാലിനെയും ഒയാർസബാലിനെയും കോച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. തുടർന്നുള്ള മത്സരങ്ങൾക്ക് അവരുടെ സാന്നിധ്യം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ മാച്ച് ആദ്യ പകുതിയിൽ തന്നെ സ്പെയിൻ സീൽ ചെയ്ത് കഴിഞ്ഞു. അതിന്റെ ഒരു ആത്മവിശ്വാസത്തിലാണ് ഈ താരങ്ങളെ മാറ്റി 2ാം പകുതിയിൽ കോച്ച് കളത്തിലിറക്കിയത്. സ്പെയിൻ ആഗ്രഹിച്ച രീതിയിൽ സ്പെയിനിന്റെ ഒരു മുൻ ലോക ചാമ്പ്യന്മാരുടെ യഥാർത്ഥ നിലവാരത്തിലേക്ക് സ്പെയിൻ ഇന്ന് ഉയർന്നു കഴിഞ്ഞ് അക്ഷരാർത്ഥത്തിൽ തന്നെ സൗദിയെ നിഷ്പ്രഭമാക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കണ്ടത്. ഒരു ഷോട്ട് പോലും സൗദിക്ക് ഗോളിലേക്ക് ഉയർക്കാനായില്ല. നിലവിൽ ഇപ്പോൾ കളി അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. വാമോസ് എസ്പാന എന്ന ചാന്റ് അവിടെ ഗാലറിയിൽ മുഴങ്ങിക്കേൾക്കാം. എന്നാലും സ്പെയിൻ മത്സരത്തിൽ മുന്നിട്ട് നിൽക്കുന്നു. സൗദി അറേബ്യ ഇനി തിരികെ ഒരു ഗോൾ അടിക്കുമോ എന്നൊക്കെയുള്ള പ്രതീക്ഷയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നമുക്ക് നോക്കാം എന്താണ് അവസാന ഫലം എന്നുള്ളത്. അക്ഷയ് മോഹനാണ് വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്നും വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.